ജൂലൈ 15 വരാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ഇത് ചെറിയ ഒരു അപ്ഡേറ്റ് ആണോ അതോ വലിയ രീതിയിൽ മാറ്റങ്ങളെല്ലാം യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ടോ? ഇത്തരത്തിൽ 2 തരത്തിലുള്ള ഡിസ്കഷൻ എല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. കുറേ പേർ പറയുന്നത് ഇത് ചെറിയ അല്ലെങ്കിൽ ഒരു മൈനറായ അപ്ഡേറ്റ് എല്ലാമാണ്. ഇതിലധികം പേർക്കും വലിയതായി പേടിക്കാനൊന്നുമില്ല എന്ന തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഭാഗത്ത് ഒരുപാട് ചാനലുകൾക്കെല്ലാം മോണിറ്റൈസേഷൻ എല്ലാം നഷ്ടമാകാനുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഈ ഒരു ജൂലൈ 15 ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. അതുപോലെ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അവർക്ക് പുതിയ വീഡിയോ എല്ലാം ഉണ്ടാക്കാനെല്ലാം വളരെയധികം മടിയെല്ലാം വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ കുറേ അപ്ഡേറ്റ്സ് എല്ലാം വന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ചാനലിനെ ഇത് ബാധിക്കുമോ, അവരുടെ മോണിറ്റൈസേഷൻ നഷ്ടമാവുകയോ എന്നെല്ലാം ഇങ്ങനെയുള്ള ഒരു പേടിയിലെല്ലാമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കിയതിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. യൂട്യൂബ് സ്പെസിഫിക്കായി പറയുന്ന ഏതെല്ലാം ചാനലാണ് നമുക്കിപ്പോൾ നഷ്ടമാകുന്നത്? യൂട്യൂബ് ഏറ്റവും കൂടുതലായി എടുത്തു പറയുന്നത് ലോ എഫേർട്ട് വീഡിയോസ് എല്ലാമാണ്. ലോ എഫേർട്ട് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റിനെ ആശ്രയിച്ച് ഇപ്പോൾ അതിൽ റിയാക്ഷൻ എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമുക്ക് റിയാക്ഷൻ കൊടുക്കുന്ന ഒരുപാട് പേരെല്ലാം ഉണ്ട്. അവരുടെ വീഡിയോസ് എല്ലാം കാണുന്നതിന് അതിന് നമുക്ക് പ്രത്യേക ഒരു താല്പര്യമെല്ലാമായിരിക്കും. കാരണം അവരുടെ കോൺട്രിബ്യൂഷൻ എടുത്ത് കാണിക്കുന്ന തരത്തിൽ, അതായത് അവരുടെ വീഡിയോ ചെയ്യുന്നതിൽ അവരുടേതായ ഒരു വോയിസ് ഓവർ എല്ലാം കൊടുത്ത് അതുപോലെ അത് കുറച്ചുകൂടി ആകർഷണീയമായ രീതിയിലേക്ക് മാറ്റാനെല്ലാം കഴിവുള്ള അത്തരത്തിലുള്ള ചാനലുകൾക്ക്, അതായത് അവരുടെ കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ കാണിക്കുന്ന ചാനലുകൾക്കൊന്നും ഇത്തരത്തിൽ ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ പ്രശ്നമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ വെറുതെ ഒരു വീഡിയോ എല്ലാം എടുത്ത് ജസ്റ്റ് റിയാക്ഷൻ എന്ന രീതിയിൽ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, ജസ്റ്റ് സ്മൈൽ ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ലോ എഫേർട്ട് വീഡിയോസ് എല്ലാം ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രശ്നങ്ങളെല്ലാം വരാം. കാരണം യൂട്യൂബ് ഇത്തരത്തിൽ ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ അത്രത്തോളം അതിൽ എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല, അതിനാൽ തന്നെ അങ്ങനെയുള്ള ചാനലുകൾക്ക് അധികം മോണിറ്റൈസേഷൻ നൽകേണ്ട എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചാനലിലും എനിക്കിപ്പോൾ രാവിലെ തന്നെ 1-2 പേർ ഇതുപോലെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. എനിക്കും ഇതുപോലെ കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ വലിയ രീതിയിലുള്ള എഫേർട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഇത് മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും കുറച്ച് വ്യൂസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചാനലിൽ ഇരിക്കുന്നത് നല്ലതാണോ എന്നെല്ലാമാണ് ചോദിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ലോ എഫേർട്ട് വീഡിയോസ് എല്ലാം ആണെങ്കിൽ ഇത്തരത്തിൽ അത് നിങ്ങളുടെ ചാനലിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. അതിലുപരി ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബ് റിമൂവ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഈ ഒരു പോളിസി അപ്ഡേറ്റിൽ പറയുന്നത് ലോ എഫേർട്ട് വീഡിയോസ് ഒന്നും തന്നെ മോണിറ്റൈസേഷൻ അർഹമല്ല എന്നതാണ്. അതിനാൽ തന്നെ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി മുതൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതുപോലെ ആരെങ്കിലും ഇത്തരത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ റിമൂവ് ചെയ്യുന്നത് തന്നെയായിരിക്കും നമ്മുടെ ചാനലിന് ഏറ്റവും സേഫ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ക്ലിക്ക് ബൈറ്റ് എല്ലാം കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് റിലേറ്റഡ് അല്ലാതെ തന്നെ ഒരുപാട് പേർ നല്ല രീതിയിൽ നമ്മുടെ ക്ലിക്ക് ബൈറ്റ് തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഇത് ഇൻകറക്റ്റായ ഒരു തംബ്നെയിലെല്ലാം കൊടുത്ത് അല്ലെങ്കിൽ ഇത് വ്യക്തമല്ലാത്ത രീതിയിൽ നമ്മുടെ കണ്ടൻറ്റുമായി ഒരു മാച്ചുമില്ലാത്ത രീതിയിലെല്ലാം ഇതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചാനലിലും ഈ ഒരു പ്രോബ്ലം എല്ലാം വരാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യൂട്യൂബ് ടിക്ടോക്ക് എല്ലാം വന്ന ആ ഒരു സമയത്ത്, അതായത് ടിക്ടോക്കിന് കുറച്ച് പ്രാധാന്യമെല്ലാം കൂടിയിരുന്ന ഒരു സമയമെല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് റീൽസ് എല്ലാം കാണുന്ന ആൾക്കാർക്ക് ആ ഒരു ട്രെൻഡിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡെല്ലാം മനസ്സിലാക്കിയാണ് യൂട്യൂബിൽ ഇതുപോലെ ഷോർട്സ് എല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം ഷോർട്സ് എല്ലാം യൂട്യൂബിലേക്ക് അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എല്ലാമാണ് യൂട്യൂബ് നൽകിയിരുന്നത്. അതിനാൽ തന്നെ കുറേ അധികം ചാനലുകൾക്ക് റിയാക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ലോ എഫേർട്ട് വീഡിയോസ് ആണെങ്കിലും ഇത്തരത്തിലൊന്നും നോക്കാതെ അല്ലെങ്കിൽ ഇതിൽ ഒരു സ്ട്രിക്റ്റായ ഒരു മോണിറ്റൈസേഷൻ പോളിസി ഒന്നും അപ്ലൈ ചെയ്യാത്ത രീതിയിൽ തന്നെ ആ ഒരു രീതിയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചാനലുകൾക്കും അവർ മോണിറ്റൈസേഷൻ എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഒരുപാട് ഷോർട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് എല്ലാം ഇപ്പോൾ ഉണ്ട്. അതിനാൽ തന്നെ നിലവിൽ ഒരുപാട് ഷോർട്സ് എല്ലാം പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലെ ഷോർട്സ് എല്ലാം ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഷോർട്സിലേക്ക് നല്ല വ്യൂസ് എല്ലാം വരണമെങ്കിലെല്ലാം ഈ ഒരു ക്രൈറ്റീരിയ എല്ലാം ഒന്നുകൂടി നല്ല രീതിയിൽ പുതുക്കുന്നതെല്ലാമായിരിക്കും. അതായത് ലോ എഫേർട്ട് വീഡിയോസ് എല്ലാം ഒഴിവാക്കി
നല്ല രീതിയിൽ നല്ല റിസ്ക് എല്ലാം എടുത്ത് എഫേർട്ട് എല്ലാം എടുത്ത് ചെയ്യുന്ന ആളുകളെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അവരുടെ വീഡിയോസിനും കുറച്ച് വ്യൂസ് എല്ലാം ലഭിക്കാനുള്ള ഒരു കാര്യം കൂടിയായിരിക്കും ഇത്. അതുപോലെ അത്തരത്തിൽ കുറച്ച് റിസ്ക് എല്ലാം എടുത്ത് ചെയ്യുന്നവർക്ക് ഒരു മോട്ടിവേഷൻ കൂടിയായിരിക്കും. അപ്പോൾ നിലവിൽ ഒരുപാട് പേർ ക്രിയേറ്റേഴ്സ് എല്ലാം തന്നെ ഷോർട്സ് എല്ലാം ചെയ്യുന്നത് കൊണ്ടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ടും ഇപ്പോൾ ഈ ഒരു ലോ എഫേർട്ട് വീഡിയോസ് എല്ലാം തന്നെ അല്ലെങ്കിൽ ലോ റിസ്ക് എല്ലാം എടുത്ത് ചെയ്തവരുടെ വീഡിയോസ് അത്രത്തോളം പ്ലാറ്റ്ഫോമിൽ വേണ്ട എന്നൊരു ഡിസിഷൻ തന്നെയാണ് യൂട്യൂബ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യൂട്യൂബ് ചാനലെല്ലാം മാക്സിമം നിങ്ങളുടേതായ കണ്ടൻ്റ് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. എപ്പോൾ വേണമെങ്കിലും യൂട്യൂബിൻ്റെ പോളിസിയിൽ ചേഞ്ചസ് എല്ലാം വരാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ ഇതുപോലെ ഒരുപാട് പേർ ഇങ്ങനെയുള്ള മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കുമെന്നതുകൊണ്ട് തന്നെയാണ് നേരത്തെ എല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഈ ഒരു റിയാക്ഷനിലും അതുപോലെ നമ്മുടെ എഫേർട്ട് എല്ലാം ഇട്ട് ഇപ്പോൾ ലോ എഫേർട്ട് ആണെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ സമയം ഇതിനു വേണ്ടി മെനക്കെടുത്തുന്നുണ്ട്. എന്നാൽ പുതിയ ഒരു അപ്ഡേറ്റ് എല്ലാം വരുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും അവരുടെ എഫേർട്ടിൻ്റെ വാല്യൂ എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടേതായ കണ്ടൻ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടേതായ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുക. മറ്റുള്ളവരുടെ കണ്ടൻ്റ് ആശ്രയിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇതുപോലെയുള്ള പോളിസി ചേഞ്ചസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാം റിമൂവ് ചെയ്യേണ്ടതായെല്ലാം വരാം. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതുപോലെ തന്നെയാണ് നമ്മൾ ബൾക്കായി AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസിനെ എല്ലാം ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ ഇതിലും പോളിസി ചേഞ്ചസ് എല്ലാം ഭാവിയിൽ നല്ല രീതിയിൽ റെസ്ട്രിക്ഷൻസ് എല്ലാം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. നിലവിൽ ഇപ്പോൾ കുറഞ്ഞ രീതിയിൽ ഇതിലെല്ലാം റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അത് തന്നെ ഒരുപാട് AI യൂസ് ചെയ്ത് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്തവർക്കും ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഇതുകൂടി നിങ്ങൾ താഴെ കമൻറ്റിൽ ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്